തുടക്കം എന്നുള്ള സിനിമ കണ്ട എല്ലാ ആൾക്കാർക്കും പ്രത്യേകമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീട്ടിലേക്ക് ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ പർപ്പസിൽ നിങ്ങളൊരു ഡോഗിനെ നോക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ കടിച്ചോടിക്കാൻ പറ്റുന്ന ഡോഗ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ, ഇത് കടിച്ചാൽ പിടിപെടാത്ത കുറച്ച് ബെൽജിയം മെൽനേഴ്സിന്റെ പപ്പീസിനെ കാണിക്കാനുണ്ട് കേട്ടോ. പപ്പീസ് നമുക്ക് വരുന്നത് നമ്മുടെ ഈ ലിറ്ററിൽ 9 പപ്പീസാണ് വരുന്നത്. ആ 9 പപ്പീസിൽ 3 മെയിൽ പപ്പീസും 6 ഫീമെയിൽ പപ്പീസാണ് വരുന്നത്. ബ്രീഡിംഗ് പർപ്പസിനായിട്ട് ഫീമെയിൽ പപ്പീസിനെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് ചോയ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ ഈ കോമ്പാക്ട് ടൈപ്പ് മെൽനോയ്സ് അല്ല, കുറച്ച് ഹെവി ടൈപ്പ്, നല്ല മസ്കുലർ ആയിട്ട് നല്ല ഹ്യൂജ് ബോഡി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഫീമെയിൽ പപ്പീസാണ്, നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ്. ഒരു ബെൽജിയം മെൽനോ പപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിറ്ററിന് എടുക്കണം എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഡോഗിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ട എന്താ, വിത്തൗട്ട് പെർമിഷൻ കോമ്പൗണ്ടിലേക്ക് ഒരാൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഡോഗ് ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. പപ്പീസിന് ഇപ്പോൾ 60 ദിവസമായി. 60 ദിവസം അവൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 40-45 ദിവസം എല്ലാ പപ്പീസിനെയും സാധാരണ എല്ലാ മദേഴ്സും ഫീഡ് ചെയ്യും. ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡോഗിന് ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഈ ഡോഗ് നല്ല കണ്ടീഷനിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ ലുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ബോഡി ലെങ്ത് ഉള്ള, നല്ല ഹൈറ്റ് ഉള്ള, നല്ല ഫില്ലായി നിൽക്കുന്ന, അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കേട്ടോ. നമ്മുടെ പപ്പീസ് മദറിനെ കണ്ടു തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള പപ്പീസാണ് നമ്മുടെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ടും കോമ്പൗണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇനി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പർപ്പസിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പപ്പീസിന്റെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഫാദർ വിയറ്റ്നാം ഇമ്പോർട്ട് പുള്ളാണ്. പുള്ളിനെ ഒരുപാട് പ്രാവശ്യം പുള്ളിന്റെ പപ്പീസിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുള്ളിന്റെ പപ്പീസിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും പുള്ളിന്റെ തേരോട്ടാണ്. പുള്ളിനെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യം സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുണ്ട്. അവന്റെ ഗ്രാൻഡ് സയർ വരുന്നത് ഹാൾഡൻ എന്ന് പറയുന്നത് ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെയിലാണ്. അതേപോലെ തന്നെ പപ്പീസിന്റെ മദർ വരുന്നത് റിയോ എന്ന് പറയുന്ന ഫീമെയിലാണ്. റിയോ ഇമ്പോർട്ട് തന്നെയാണ്. തൃശ്ശൂർ തന്നെ കിടക്കുന്ന ഒരു ഇമ്പോർട്ട് ആയിട്ടുള്ള ഡോഗാണ്. അപ്പോൾ അതിന്റെ ഡോട്ടറാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ട് ഡോട്ടർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. പപ്പീസിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭംഗിയും ഒരു ക്യൂട്ട്നെസ്സും കുറച്ച് നല്ല ഡ്രൈവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിന്റെ ഒരു ഭംഗിയാണ്. അതേപോലെ ഹാൾഡന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് നമ്മൾ സൈഡായിട്ട് നമ്മുടെ ഒരു പാഷനോട് നമ്മൾ ഒരു കെൻഡലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാലത്ത് ഓഫീസിൽ പോകുന്ന ടൈമിലായി കഴിഞ്ഞാലും തിരിച്ച് ഞാൻ ഈവനിങ് വരുന്ന ടൈം വരെ എൻ്റെ വീട് ഗാർഡ് ചെയ്യണത് ഇവരുടെ മദർ ഡോഗാണ്. നമ്മുടെ മേലൊന്നും ഒരാൾ വന്നിട്ടും കൈവയ്ക്കാൻ നമ്മുടെ ഫീമെയിൽ ഡോഗ് അനുവദിക്കില്ല. അത്രയും പ്രൊട്ടക്ഷനാണ്, അത്രയും ലോയൽ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ബെൽജിയം മെൽനോയ്. 3 കളറാണ് മെയിനായിട്ട് പപ്പീസ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഈ കളറാണ്, ഓക്കെ, ഒരു ഡ്യൂറോൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. പിന്നെ ചില പപ്പീസിനൊക്കെ ചെസ്റ്റിൽ വൈറ്റ് കളറുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. രണ്ടാമത്തെ കളർ വരുന്നത് ഫോൺ കളറാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു മസ്കുലർ ആയിട്ടുള്ള കളർ, കുറച്ച് ബോൺ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരു പഴയ ടൈപ്പ് ബെൽജിയം മെൽനോ അന്വേഷിക്കുന്ന ആൾക്കാർക്ക്, ഈ ഒരു ഫോൺ കളർ ടൈപ്പ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇത് ഫീമെയിൽ പപ്പീസ് 2 ഫോൺ കളർ പപ്പീസും ഉണ്ട് കേട്ടോ. മൂന്നാമത്തേത് നമ്മളെ ബ്ലാക്ക് കളറാണ്. ലിറ്ററിൽ ഒരൊറ്റ പപ്പി മാത്രമേ ബ്ലാക്ക് വന്നിട്ടുള്ളൂ. ആക്ച്വലി നന്നായിട്ട് ഇയറൊക്കെ പോയിന്റ് ചെയ്ത് നിൽക്കും കേട്ടോ. നല്ല ഇയറൊക്കെ അടിപൊളിയായിട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്രയും പപ്പീസ് ഉണ്ടായാലും ആകെ മാത്രമേ ഒരു ബ്ലാക്ക് കളർ ഉള്ളൂ. മെയിൽ പപ്പിയാണ് കേട്ടോ. എല്ലാ പപ്പീസും വിത്ത് KC ആണ്. വാക്സിനേഷനും ഡിവോമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് കുറേ പപ്പീസ് ഉണ്ടെങ്കിലും നമ്മളെ ഒരു പപ്പി ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത പപ്പി എന്ന് പറയുന്നത് ഈ ഒരു പപ്പിയാണ്. ആക്ച്വലി കൂട്ടത്തിൽ ഏറ്റവും സൈസുള്ള പപ്പികളാണോ എന്ന് വെച്ചാൽ ഇവളല്ല, ഫീമെയിൽ പപ്പിയാണ് കേട്ടോ. ജസ്റ്റ് ഒരു വൈറ്റ് കളർ ഉണ്ട്. അത്യാവശ്യം നല്ല പോയിന്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഇയർ സെറ്റിങ്ങുമാണ്. പിന്നെ അതേപോലെ തന്നെ കളർ അടിപൊളിയായിട്ടുള്ള രസമുള്ള കളറാണ്. അതേപോലെ തന്നെ കുറച്ച് മസ്കുലർ ആയിട്ടുള്ള ഒരു നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, കുറച്ച് പ്രൊഫൈൽ ഉണ്ട് ഡോഗിന്. അത്യാവശ്യം നല്ല മസ്കുലർ ആണെന്നുള്ളൊരു ഫീൽ കിട്ടും. കൂട്ടത്തിൽ നമുക്കൊരു ജിമ്മിനൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ തരും ആളെ കാണുന്ന സമയത്ത് തന്നെ. അപ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ബെൽജിയം മെൽനോന്റെ പപ്പീസ്. അപ്പോൾ 3 മെയിൽ പപ്പീസ് 6 ഫീമെയിൽ പപ്പീസാണുള്ളത്. ഫീമെയിൽ പപ്പീസ് എന്ന് പറഞ്ഞാൽ മെയിൽ പപ്പീസിനെ പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിൽ അവർ പപ്പീസിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ പപ്പീസിനെ നിങ്ങൾക്ക് സേഫായിട്ട് എത്തിച്ചേരും. അതുപോലെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പപ്പീസിനെ സേഫായിട്ട് എത്തിച്ചേരും. ഡിവാമിങ്ങും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിനെ ഡയറക്റ്റ് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. പുള്ളിയുടെ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബെൽജിയം മെൽനോയ്സിന്റെ നല്ല അടിപൊളി പപ്പീസ്, നല്ല ഡ്രൈവുള്ള, കാണാൻ കുറച്ച് നല്ല രസമുള്ള പപ്പീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെയൊക്കെ ഒരു പോക്കറ്റിൽ നിന്നൊരു കാശിനുള്ള പപ്പീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. വൺ സൈഡ് ഇമ്പോർട്ട് ഡോട്ടർ കേട്ടോ. അപ്പോൾ അടിപൊളി പപ്പീസ് നോക്കുന്ന ആൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. വിളിച്ചോട്ടോ.